നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വലിയ വാർത്തയാണ് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം, അതോടൊപ്പം വിഷു കൈനീട്ടമായ 1600 രൂപയും. അത് വിഷുവിന് മുമ്പായിട്ട് തന്നെയും എല്ലാവരുടെയും കൈകളിലെത്തുകയാണ്. വിഷു കൈനീട്ടം എന്നതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേക പ്രസക്തിയുള്ള ധനസഹായം തന്നെയാണ്. ഈ തുക 2025 ജനുവരി മാസത്തെ പെൻഷൻ മുടങ്ങിയതിന് പകരമായിട്ടാണ് നൽകുന്നത്. അപ്പോൾ ആ മാസം അപ്രൂവ് ചെയ്തവർക്ക് ഇപ്പോഴുള്ള ഈ 1600 രൂപ ലഭിക്കുന്നതാണ്. സർക്കാരിന്റെ ഔദ്യോഗിക അറിയിപ്പ് പ്രകാരമാണ് ഈ വിതരണം തുടങ്ങുന്നത്. കാരണം ഈ മാസം വിഷുവിന് മുമ്പായിട്ട് എല്ലാ വിതരണവും പൂർത്തിയാക്കാൻ കഴിയണം. ശനി ഞായർ അവധിയാണ്, തിങ്കളാഴ്ച വിഷുവിന്റെ അവധിയുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ വിതരണം ആരംഭിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇതുവരെ നടന്ന അവസാന 2 മാസങ്ങളുടെ വിതരണം നോക്കിയാൽ ഓരോ തവണയും ഒരു ദിവസം മുമ്പേ തന്നെ വിതരണം തുടങ്ങിയതുപോലെ ഈ തവണയും അതേ മാതൃകയിലാണ്. അതിനാൽ നിങ്ങൾക്കുള്ള തുക ഏതൊരു സമയത്തും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാം. മെസ്സേജ് വരുന്നത് കാത്തിരിക്കാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. അതേസമയം പലരും ചോദിക്കുന്നുണ്ട്, ഈസ്റ്ററിനും വിതരണം ഉണ്ടാകുമോ എന്ന്. അതിനുള്ള ഒരു കൃത്യമായ സ്ഥിരീകരണം സർക്കാർ നൽകിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ വിഷുവിനൊപ്പം തന്നെ ഈ വിതരണം ചെയ്തേനെ. കൂടാതെ സർക്കാർ ഇപ്പോൾ 2025 പുതിയ സാമ്പത്തിക വർഷത്തിന് വേണ്ടിയിട്ട് കേന്ദ്രത്തോട് 42,000 കോടി രൂപയുടെ ധനസഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കേന്ദ്രം അംഗീകരിച്ചത് 39,000 കോടി രൂപ മാത്രമാണ്. വൈദ്യുത രംഗത്തുള്ള മാറ്റങ്ങൾ കൂടി നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ 2025 അവസാനത്തോടുകൂടി അധികമായി 7,000 കോടി രൂപ കടമെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ DBT സെറ്റിംഗ്സുകൾ എല്ലാവരും കൃത്യമായ ഇടവേളകളിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. DBT അപ്ഡേറ്റ് ആണെങ്കിൽ മാത്രമേ കേന്ദ്ര വിഹിതം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതിനാൽ നിങ്ങളുടെ ഡേറ്റയും ബാങ്ക് വിവരങ്ങളും കൃത്യമായിരിക്കണം. ഇത്രയും മാത്രമല്ല, ഈ മാസമുള്ള ക്ഷേമ പെൻഷൻ വിഷു കൈനീട്ടം ചേർന്നുള്ള 1600 രൂപ എല്ലാവരുടെയും കൈകളിൽ ആഴ്ച അവസാനം എത്തിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് വിതരണം പുരോഗമിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുക, മറ്റു സുഹൃത്തുക്കൾക്കും കൂടി ഈ അപ്ഡേറ്റ് അറിയിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷകരവും സമൃദ്ധവുമായ ഒരു വിഷു നേരുന്നു. മറ്റു വാർത്തകളും അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.